കേരളം ഒരു തിരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് അടുക്കുകയാണ്. മൂന്ന് മുന്നണികളും യുദ്ധക്കളത്തിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ യുദ്ധതന്ത്രങ്ങളിൽ പ്രാഗൽഭ്യമുള്ളവരുടെ തേരോട്ടം വിജയക്കുതിപ്പിലെത്തും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം കാത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഗൃഹപാഠങ്ങളിൽ മുഴുകി ആവനാഴി നിറയ്ക്കുകയാണ്. ഇതിനിടയിലാണ് ഇരട്ട വോട്ടിന് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വന്നത്. അത് തുറന്നു കാട്ടിക്കൊണ്ട് ശബരിനാഥ് രംഗത്ത് വന്നത്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഒരു മാസം മുൻപ് തന്നെ തിരഞ്ഞെടുപ്പിന്റെ നറുക്കെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ഒരു കരട് രേഖ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷം മറ്റൊരു കരട് പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ രണ്ടാമത് പുറത്തുവിട്ട കരട് പട്ടികയിൽ അതിൽ വന്നിരിക്കുന്ന അപാകതകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്ത് വന്നു. ആദ്യ തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് പട്ടികയിൽ അപ്ലോഡ് ചെയ്ത പേജ് ഇപ്പോൾ കാണാനില്ല. അത് അപ്രത്യക്ഷിതമായിരിക്കുകയാണ്. അത് അന്വേഷിച്ചപ്പോൾ പുതിയ ഡാറ്റ അപ്ലോഡ് ചെയ്യാനാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ പേജിൽ ഉണ്ടായിരുന്നത് ഒരു ബൂത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിൽ ഒഴിവാക്കിയ മരണപ്പെട്ടവരോ സ്ഥലം മാറിപ്പോയതോ ആയ ആളുകൾ, അതിനുശേഷം ആഡ് ചെയ്യപ്പെട്ട വോട്ടർമാർ എന്ന രീതിയിൽ 3 ഗണത്തിലാണ് മുൻപത്തെ, അതായത് ആദ്യം കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കമ്മീഷന്റെ പേജിൽ ഉണ്ടായിരുന്നത്. ഈ ഡാറ്റാബേസ് അപ്രത്യക്ഷിതമായതിൽ ആശങ്കപ്പെട്ട് DCC ഇടപെട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. അതിന് മറുപടിയായി പുതിയ വോട്ടർ പട്ടിക വരുമെന്ന് കമ്മീഷൻ അറിയിച്ചതിന് തലേന്ന് പ്രമുഖ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. വോട്ടറെ അറിയാൻ കേരളത്തിൽ ഇനി മുതൽ 9 അക്ക നമ്പർ നൽകും എന്ന്. പട്ടികയിൽ ഇരട്ടിപ്പ് പരാതി നിലനിൽക്കെ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വോട്ടർ ID നമ്പർ വച്ചായിരുന്നു എങ്കിൽ ഇനി നമ്മൾ വോട്ട് ചെയ്യുന്നത് ഈ 9 അക്ക നമ്പർ കൊണ്ടാണ്. കേരളത്തിൽ ഇത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയത് ഒരു ചർച്ചയും ചെയ്യാതെ, രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടാതെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് അത് നടപ്പിലാക്കുകയായിരുന്നു. ഇതിൽ ദുരൂഹതയാണ് ശബരിനാഥ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അവസാനമായി സെപ്റ്റംബർ 17-നാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ആ മീറ്റിംഗിൽ പക്ഷേ ഇത്രയും ഗുരുതരമായ ഒരു കാര്യം ചർച്ചയെ ചെയ്തിട്ടില്ല. സ്ഥലത്ത് നിലവിൽ വോട്ടുള്ള ഒരാൾക്ക് 2 ബൂത്തിലും വോട്ട് ചെയ്യാൻ ഈ നമ്പർ ഉപയോഗിച്ച് കഴിയും എന്നതാണ് അതീവ ഗുരുതരമായ മറ്റൊരു കാര്യം. കള്ള വോട്ടുകൾ, ഡബിൾ വോട്ടുകൾ, ഇരട്ടി വോട്ടുകൾ, മൾട്ടിപ്പിൾ വോട്ടുകൾ ചെയ്യാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിൻ്റെ അനുമതിയോടെ നടപ്പിലാക്കുന്ന രീതിയാണ് ഇതെന്നാണ് ശബരിനാഥ് പറയുന്നത്. ദുരൂഹമായ ഒരു ഇടപെടലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് അനുകൂലമായ ഒരു നീക്കമാണിത് എന്ന് കോൺഗ്രസ് പറഞ്ഞു വെക്കുമ്പോൾ, ആവർത്തിച്ച് പറയുമ്പോൾ, അത് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി എന്നത് കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ശബരിനാഥ് അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അക്കമിട്ട് നിരത്തുന്നത്. കഴിഞ്ഞ ദിവസം അവസാനമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിൽ ഓരോ വോട്ടർമാരുടെയും EIC നമ്പർ, വോട്ടർ ID കാർഡ് നമ്പർ ഇല്ല. ഇത് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് ഇത് പ്രിന്റ് ചെയ്ത് പിന്നെ തരുമെന്നാണ്. വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ SECI കാർഡ് അടക്കം രണ്ടുമുണ്ടെങ്കിലും ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കരുത്, കള്ളവോട്ടുകൾ ഇവിടെ നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഈ നടപടി ഇവിടെ കൊണ്ടുവന്നത് എന്ന് കോൺഗ്രസ് പറയുന്നത്. കമ്മീഷൻ അതുകൊണ്ടാണ് ഈ വെബ്സൈറ്റിൽ നിന്നും ഈ ലിസ്റ്റ് എടുത്തു കളഞ്ഞത്. വോട്ടർ പട്ടികയിൽ നിന്നും എപിക് നമ്പർ ഒഴിവാക്കിയതിനാൽ ഇരട്ട വോട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുമില്ല. കോഴിക്കോട് കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ഈ തട്ടിപ്പ് ഇപ്പോൾ വെളിവായിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വാർഡുകളിൽ നിന്ന് 400ഓളം ഇരട്ട വോട്ടുകൾ കണ്ടെത്തി ഇതിന് പരാതി നൽകിയപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചറിയൽ നമ്പർ നൽകി. 2 വോട്ടിന് തിരിച്ചറിയൽ നമ്പർ ലഭിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അതായത് ഒരാൾക്ക് തന്നെ 2 തിരിച്ചറിയൽ നമ്പർ. കേരളത്തിലെ പല കോണുകളിൽ നിന്നും സമാനമായ ക്രമക്കേടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. BJPയും CPMഉം ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരാൻ നടത്തുന്നതിൻ്റെ തെളിവുകളാണ് ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് വിളിച്ചു പറയുന്നത്. വോട്ട് കൊള്ള രാജ്യത്തെ ഇന്ന് ചുട്ടു പൊള്ളിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ്.
മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറും കൃത്യമായ പദ്ധതികളോടെ നടപ്പിലാക്കിയ വോട്ട് തട്ടിപ്പ് കേരളത്തിലും നടപ്പിലാക്കുന്ന അവസ്ഥയാണ്. രാഹുൽ ഗാന്ധി കൊളുത്തിയ അഗ്നി, വോട്ട് കൊള്ളയ്ക്കെതിരെ കത്തിച്ചുവിട്ട അഗ്നി രാജ്യമൊട്ടാകെ കത്തിക്കയറുകയാണ്. അത് കേരളത്തിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ദൗത്യമേറ്റെടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഉന്നയിക്കുന്നത് 3 പ്രധാന ആരോപണങ്ങളാണ്. ആരോടും ചർച്ചയില്ലാതെ പുതിയ ഒരു നമ്പർ കൊണ്ടുവന്നു. ഒരു വോട്ടർ ID കാർഡിൽ നിന്നും 1, 2, 3 ആളുകൾക്ക് പുതിയ SEC നമ്പറുകൾ വന്നതോടെ എവിടെയും ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്ന നിലയിലെത്തി. മൂന്നാമത്തെ ആരോപണം, പുതിയ കരട് പട്ടികയിൽ SECI ഉണ്ട്, പക്ഷേ പഴയ ഇലക്ഷൻ ID കാർഡ് നമ്പറിൽ അത് ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ലാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 കോർപ്പറേഷനിലെ ഒരു ചെറിയ അന്വേഷണത്തിൽ പോലും ഇത് വെളിവായി എങ്കിൽ ഇത് കേരളത്തിൽ എത്രത്തോളം വാർഡുകളിൽ സംഭവിച്ചിട്ടുണ്ടാകും? തിരുവനന്തപുരത്ത് മാത്രം 5000, 10000 മൾട്ടിപ്പിൾ വോട്ട് ഉണ്ട് എന്ന് ശബരിനാഥ് ഉറപ്പിച്ച് പറയുകയാണ്. ഇങ്ങനെ പോയാൽ കേരളത്തിൽ BJP CPM കൂട്ടുകെട്ടിൻ്റെ ഒരു യഥാർത്ഥ സത്യം വെളിവായിക്കൊണ്ട് കേരളം ഇനിയും തുടർന്ന് ഇവരുടെ കയ്യിൽ, CPMൻ്റെ കയ്യിൽ നിലനിൽക്കുകയും കേരളത്തിൽ ഇന്ത്യയിലടക്കം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്ന 2 പാർട്ടികൾ ഇത് ഇന്ത്യയിൽ വളർന്നു വരികയും ജനാധിപത്യത്തെ നിഷ്കുരണം ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇത്തരമൊരു സംവിധാനം നടപ്പിലാക്കാൻ കോൺഗ്രസ് ഒരിക്കലും സമ്മതിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കത്തിച്ചുവിട്ട അഗ്നി രാജ്യമൊട്ടാകെ പടരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.